ഗൾഫിൽ നിന്നൊക്കെ സ്മാർട്ട് ഫോൺ എസ്പെഷ്യലി ആൻഡ്രോയിഡിന്റെ 5G സ്മാർട്ട് ഫോണൊക്കെ വാങ്ങിയിട്ട് ഇന്ത്യയിൽ പോകുമ്പോൾ ചില ആളുകൾക്കെങ്കിലും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ജിയോയുടെ 5G ആ ഒരു നെറ്റ്വർക്ക് ആ ഒരു സ്മാർട്ട് ഫോണിൽ വർക്ക് ചെയ്യുന്നില്ല എന്നത്. അത് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പക്ഷെ 100% സ്മാർട്ട് ഫോണിലും ഈ ഒരു കാര്യം വർക്ക് ചെയ്യുന്നുള്ള കാര്യം ഞാൻ പറയില്ല. കാരണം ഒത്തിരി ആളുകൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ച് ആളുകൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യമല്ലാതെ വേറെ ഏതെങ്കിലും വഴിയിലൂടെ ജിയോയുടെ 5G നെറ്റ്വർക്കോ കാര്യങ്ങളോ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഗൾഫിലുള്ള സ്മാർട്ട് ഫോണിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയുന്ന ആ ഒരു കാര്യം കൂടി കമൻറ്റ് ചെയ്യാവുന്നതാണ്. അത് മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആവുന്നതാണ്. സംഭവം ഇത്ര വലിയ കാര്യമൊന്നുമില്ല. അതായത് നമ്മൾ ഗൾഫിൽ നിന്ന് വാങ്ങിയ സ്മാർട്ട് ഫോണിൽ ജിയോയുടെ 5G സപ്പോർട്ട് ആകുന്നില്ല എങ്കിൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ ഏതെങ്കിലും ഒരു 5G സ്മാർട്ട് ഫോണിൽ ആ ഒരു ജിയോ സിം ഇടുകയും അതിൽ 5G ആക്ടിവേറ്റ് ചെയ്യുകയും തിരിച്ച് ഈ ഒരു ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് ആ ഒരു സിം കാർഡ് ഇടുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിലും ഈ ഒരു ജിയോയുടെ 5G സിം കാർഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്മാർട്ട് ഫോണിലും ഇത് തീർച്ചയായിട്ടും വർക്ക് ചെയ്യുന്നതല്ല. എനിവേ നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ ആരെങ്കിലും ഇത്തരത്തിൽ ഗൾഫിൽ നിന്ന് വാങ്ങിയ സ്മാർട്ട് ഫോണിൽ ജിയോ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ കാണുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. അത്തരത്തിൽ ട്രൈ ചെയ്തിട്ട് ജിയോയുടെ 5G നെറ്റ്വർക്ക് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയറും ചെയ്യുക.